അബി മിസ് ആണ്. മക്കളെ നമ്മുടെ എക്സാം ഒക്കെ അടുത്തെത്തിയില്ലേ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാമിന് നമ്മളോട് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ. ക്വസ്റ്റൻ വേറൊന്നുമല്ല, കംപ്ലീറ്റ് ദ പോം. നമുക്കൊരു പോം തന്നിട്ടുണ്ടാവും. ആ പോത്തിലെ നാല് വരികൾ മിസ്സിന്റെ കുട്ടികൾ വായിക്കുക, എന്നിട്ട് അതേപോലെ തന്നെ ബാക്കിയുള്ള വരികൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ ആൻസർ ചെയ്യണം നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഇവിടെ നോക്കിക്കേ, ഐ ഹാവ് എ പെറ്റ്, ഇറ്റ് ഈസ് എ ക്യാറ്റ്, ഇറ്റ് ഈസ് സോ നൈസ്, ഇറ്റ് ഓൾവേസ് ഈസ് മ്യാവ് മ്യാവ് എന്നാണ് പറയുന്നത് അല്ലേ. എനിക്കൊരു പെറ്റ് ഉണ്ട്. ആ പെറ്റ് എന്താ? ഒരു പൂച്ചക്കുട്ടിയാണ്. നല്ലൊരു പൂച്ചക്കുട്ടിയാണ്. പൂച്ച എപ്പോഴും മ്യാവ് മ്യാവ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ ദാ ഇവിടെ ക്യാറ്റ് എന്നുള്ളിടത്തും മ്യാവ് എന്നുള്ളിടത്തും ഈ രണ്ട് വാക്കുകൾ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ദാ ബാക്കി വരികള്, ബാക്കി ആഡ് മോർ ലൈൻസ് കംപ്ലീറ്റ് ആക്കാം. ഇവിടെ നോക്കിക്കേ, ഐ ഹാവ് എ പെറ്റ്. അതെന്താണെന്ന് ദാ ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട്. അത് മിസ്സിന്റെ കുട്ടികൾ കംപ്ലീറ്റ് ചെയ്യണം. ഇറ്റ് ഈസ് ഡാഷ് എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യണം. ഇറ്റ് ഓൾവേസ് ഈസ് ബാക്കിയുള്ളത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അല്ലേ. അപ്പൊ ഓൾറെഡി ഇതാ പോത്തിൽ പറഞ്ഞിട്ടുണ്ട് ഐ ഹാവ് എ പെറ്റ്, ഇറ്റ് ഈസ് എ ക്യാറ്റ്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഐ ഹാവ് എ പെറ്റ്, യെസ്, ഇറ്റ് ഈസ് എ ഡോഗ് അല്ലെ. അതെന്താണ്? ഒരു ഡോഗ് ആണ് അല്ലെ. ഇറ്റ് ഈസ് എ ഡോഗ്. ഇറ്റ് ഈസ് നൈസ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ക്യൂട്ട് എന്നോ നൈസ് എന്നോ ഒക്കെ നമുക്ക് എഴുതാം. ഇറ്റ് ഓൾവേസ് ഈസ് ബൗ ബൗ. അതെപ്പോഴും എന്താണ്? ബൗ ബൗ എന്നാണ് പറയുന്നത്. ഇറ്റ് ഓൾവേസ് ഈസ് ബൗ ബൗ. അത് നമ്മൾ എഴുതി. അടുത്ത നോക്കിക്കേ, ഐ ഹാവ് എ പെറ്റ്. അതെന്താണ്? നമ്മൾ എന്താ എഴുതിയത്? ഇറ്റ് ഈസ് എ ഡോഗിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഈസ് എ ചിക്ക്. അതെന്താണ്? ഒരു ചിക്കാണ് അല്ലെ. ഇറ്റ് ഈസ് എ ചിക്ക്. ഇറ്റ് ഈസ് സോ ക്യൂട്ട് അല്ലെ. അല്ലെങ്കിൽ ഇറ്റ് ഈസ് വെരി നൈസ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ. ഇറ്റ് ഓൾവേസ് ഈസ്, അത് എപ്പോഴും എന്താ പറയുന്നത്? ഇറ്റ് ഓൾവേസ് സേസ് കീ അല്ലെ. എപ്പോഴും കീ എന്നല്ലേ ശബ്ദം ഉണ്ടാക്കുന്നത്. കീ എന്നാണ് ഇത് ശബ്ദം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതുപോലെ ഇതാ വരികൾ തന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളോട് എക്സാമിന് ചോദിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മിസ്സിന്റെ കുട്ടികൾ ഇതാ ഈ തന്നിട്ടുള്ളതിന് എങ്ങനെ ബാക്കി വരികൾ കംപ്ലീറ്റ് ചെയ്യാന്ന് താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.